Hello guys, welcome back to our YouTube channel. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് പോകാനായിട്ട് പോകുന്നത് കല്യാണത്തുണ്ട്, അതായത് 10ാം മൈൽ എന്നുള്ള സ്ഥലത്താണ്. സോ നമ്മൾ അവിടെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യും. ഈ ഒരു ടൈമിൽ നല്ല രീതിയിൽ മഞ്ഞ് നിൽപ്പുണ്ട്. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടൈം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റിയ ഏറ്റവും നല്ലൊരു ടൈം. സോ ഇപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. പിന്നെ ഈ ഒരു യൂട്യൂബ് വീഡിയോ കാണുന്ന ആൾക്കാർ പലരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്കോ ചെയ്യുന്നില്ല. സോ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതുപോലെ ലൈക്കും ആണ് ഞങ്ങൾക്ക് അടുത്ത വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം. സോ നിങ്ങൾ അത് ചെയ്യാൻ മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി ഓൾ അമർത്താൻ. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു യാത്രയിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും ശ്രദ്ധയിൽ പെടാൻ ഒരു കാര്യം സൂചിപ്പിക്കുന്നു. ഇനി മുതൽ നമ്മുടെ മിഥുൻ എന്ന് വിളിക്കുന്നില്ല, പകരം കോസ്മോസ് എന്നാണ് അവനെ വിളിക്കാൻ പോകുന്നത്. തങ്കമണി എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ അകലെയായിട്ടാണ് നമ്മുടെ കാൽവരി മൗണ്ട് വ്യൂ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത്. കാൽവരി മൗണ്ടിലേക്ക് പോകുന്ന വഴിക്ക് ചെറിയൊരു വ്യൂ പോയിൻ്റ് നമ്മുടെ കോസ്മോസിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോയും റീലും ഒക്കെ എടുത്തതിന് ശേഷം അവൻ്റെ പാൻറ്റിൽ നന്നായി ചെളി പറ്റി. അപ്പോൾ ചെളി പറ്റിയപ്പോൾ അവൻ ആദ്യം ചോദിച്ചത് ഇവിടെ എവിടെയാ വെള്ളച്ചാട്ടം എന്നാണ്. മലമുകളിൽ എവിടെയാണ് വെള്ളച്ചാട്ടം ഇല്ലാത്തൊരു സമയം കൂടെയായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കൊരു പാറമട കണ്ടു. അപ്പോൾ ആ പാറമടയിൽ ചെറുതായിട്ട് ഒഴുകുന്ന നീരുറവ അവൻ കയ്യിൽ തപ്പിയെടുത്ത് അവൻ്റെ പാൻറ്റിൽ തുടച്ച് കഴുകി വൃത്തിയാക്കി. അതിനുശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ചെറിയൊരു ഇടവഴിയിലൂടെയാണ്. പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റിസോർട്ടുകൾ, അതുപോലെ തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെയുള്ള ആ യാത്ര, ഇതൊക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇടുക്കിയിലെ പള്ളികൾ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. കാൽവരി മൗണ്ട് എത്താറായപ്പോൾ അവിടുത്തെ സ്കൂളിലെ കുട്ടികളെല്ലാവരും കൂടി ഫുട്ബോൾ കളിക്കുന്നതും അതുപോലെ ക്രിക്കറ്റ് കളിക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. പോകുന്ന വഴിക്ക് മൊത്തം കോടമഞ്ഞായിരുന്നു, നല്ല തണുപ്പും ഉണ്ടായിരുന്നു. ഈ ഒരു കോടയുള്ള സമയത്തൊക്കെ കാൽവരി മൗണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡാമിലെ വെള്ളം ശരിക്കും കാണാനൊന്നും സാധിക്കത്തില്ല. പ്രധാന നഗരമായ കട്ടപ്പനയിൽ നിന്നും 25 കിലോമീറ്ററും അതുപോലെ ചെറുതോണിയിൽ നിന്നും 13 കിലോമീറ്ററുമാണ് കാൽവരി മൗണ്ടിൽ എത്താനുള്ള ദൂരം. പ്രധാന കവാടം കഴിഞ്ഞ് മുമ്പോട്ട് കിടക്കുന്ന ആ കോൺക്രീറ്റ് വഴി ഒരു കുത്തനെയുള്ളൊരു കയറ്റമാണ്. ആ കയറ്റം കയറി ചെല്ലുന്നത് കാൽവരി മൗണ്ട് വ്യൂ പോയിൻറ്റിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ കാഴ്ചകൾ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ യാത്ര തുടർന്നത്. ഇടുക്കി ഡാമിൻ്റെ വരവോടുകൂടിയാണ് ഇതുപോലുള്ള വ്യൂ പോയിൻറ്റുകൾ നമ്മുടെ ഇടുക്കിയിൽ ഉണ്ടായത്. ഇടുക്കി ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് കാൽവരി മൗണ്ട് വ്യൂ പോയിൻറ്റ്. ഇവിടെ ടൂറിസം വികസനത്തിൻ്റെ ഭാഗമായി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് ഇവിടെ നിർമ്മിച്ച് വച്ചിരിക്കുന്ന ഒരു കപ്പൽ. ആ കപ്പൽ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. കപ്പലിൽ ഒരാൾക്ക് 50 രൂപ പാസ് എടുത്താൽ മാത്രമേ കയറാൻ സാധിക്കത്തുള്ളൂ. കപ്പലിൻ്റെ കാഴ്ച അതിൻ്റെ മുമ്പിൽ നിന്ന് കണ്ടതിനു ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. വീണ്ടും ഒരു കോൺക്രീറ്റ് വഴി, അതികഠിനമായ കയറ്റം. ആ കയറ്റം ചെന്ന് ചേരുന്നത് മെയിൻ കവാടത്തിൻ്റെ മുന്നിലേക്കാണ്. അപ്പോൾ ആ കവാടത്തിൻ്റെ അവിടെ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വാഹനം പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം പാസ് എടുക്കുക എന്നതാണ്. ഒരാൾക്ക് 25 രൂപയാണ് പാസ്. പാസ് എടുക്കാൻ വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ഓൺലൈൻ വഴി മാത്രമേ പണം സ്വീകരിക്കുകയുള്ളൂ. നമ്മൾ കാശായി കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്വീകരിക്കുകയില്ല. അതൊരു പ്രധാന പോരായ്മയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. എപ്പോഴും എല്ലാവരുടെയും അക്കൗണ്ടിൽ പൈസ ഉണ്ടായി എന്ന് വരത്തില്ല. ചിലപ്പോൾ കയ്യിലായിരിക്കും പൈസ. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ തിരിച്ചു പോകേണ്ടതായിട്ടൊക്കെ വരും. അതുകൊണ്ട് എല്ലാവരും വരുമ്പോൾ ഓൺലൈനായിട്ട് പൈസ അടയ്ക്കാൻ നോക്കുക. കാൽവരി മൗണ്ടിലും നീലക്കുറിഞ്ഞി പൂത്തിട്ടുണ്ട്. അപ്പോൾ നീലക്കുറിഞ്ഞി പറിക്കുന്നത് ശിക്ഷാർഹമായതുകൊണ്ട് തന്നെ 500 രൂപ ഫൈനുണ്ട്. അപ്പോൾ ആരും നീലക്കുറിഞ്ഞിയൊന്നും പറിക്കാൻ പോകാതിരിക്കുക.
പാസ് എടുത്തതിന് ശേഷം നമ്മുടെ കോസ്മോസ് പെട്ടെന്ന് തന്നെ ആ വ്യൂ പോയിന്റിലേക്ക് ഓടി മാറി. അവിടേക്ക് ചെല്ലുമ്പോൾ ഇല്ലിക്കാട് കൊണ്ടുള്ള ഒരു പ്രത്യേകതരം കവാടം അവിടെയും എഴുതി വച്ചിട്ടുണ്ട്, കുറിഞ്ഞിപ്പൂക്കൾ പറിച്ചാൽ 500 രൂപ ഫൈൻ എന്ന്. അപ്പോൾ ആ ഒരു ഗേറ്റും താണ്ടി ഞങ്ങൾ നേരെ മുൻപോട്ട് പോയപ്പോൾ നമ്മുടെ കോസ്മോസിന് അവിടെ ഇഷ്ടമായി. അവൻ ഫോട്ടോ എടുക്കാനുള്ള പോസിൽ അവിടെ നിൽക്കാൻ തുടങ്ങി. പിന്നെ അവൻ്റെ ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഇവിടുത്തെ മരങ്ങളെല്ലാം പ്രത്യേക ഒരു രീതിയിൽ ഷേപ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്നു. കാണാൻ അതിമനോഹരമാണ്. ഇതെന്തോ തവളയെ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു രൂപത്തിലാക്കി വച്ചിരിക്കുന്നു ഒരു മരം പ്രത്യേക രീതിയിൽ റോസാപ്പൂക്കളെ പോലെ ആക്കി വച്ചിരിക്കുന്നു. ഒരെണ്ണം കശുവണ്ടി പോലെ ഇരിക്കുന്നു. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ ചെറിയ ചെറിയ പൂന്തോട്ടങ്ങൾ, ഒരു വേലിയും കാണാം. അപ്പോൾ ആ വേലി കണ്ടപ്പോൾ അവിടെയും കോസ്മോസിന് ഫോട്ടോ എടുക്കും. കേരളം വനം വന്യജീവി വകുപ്പ് എക്കോ ടൂറിസം മേഖലയിലെ നീലക്കുറിഞ്ഞി പൂക്കൾ പറിക്കുന്നത് ശിക്ഷാർഹമാണ്. പൂക്കൾ പറിച്ചാൽ 500 രൂപ പിഴ ഈടാക്കുന്നതാണ്. 2 ദിവസമായി നമ്മുടെ ഇടുക്കിയിൽ അതിശക്തമായ മഴയാണ്. മഴ മാറിയ തക്കം നോക്കിയാണ് ഞങ്ങൾ ഈ ഒരു വ്യൂ പോയിന്റിൽ എത്തിയത്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇവിടെ ആക്ച്വലി എത്തിയിരിക്കുകയാണ്. ഭയങ്കര മഞ്ഞായതുകൊണ്ട് നമുക്ക് താഴെയുള്ള കാഴ്ച ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. താഴെ ഇടുക്കി ഡാമും അതിൻ്റെ വെള്ളമെല്ലാം താഴെ കാണാൻ പറ്റുന്നതായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോൾ ഇത്തവണ കാണാൻ പറ്റിയിട്ടില്ല. സോ ഇതിൻ്റെ ഒരു ഇടുക്കി ഡാമും കാര്യങ്ങളും എല്ലാം കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ഞങ്ങൾ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മഞ്ഞാണ് ഫുള്ള് കാണാൻ പറ്റുന്നത്. ഇതൊരു വലിയ കുരിശുമലയിലേക്കുള്ള വഴിയാണ്. ഈ വഴി നമുക്ക് വേണ്ട തൊട്ടടുത്ത് വരെയുള്ള വഴി വരെ കാണത്തുള്ളൂ. അതിന് മുമ്പോട്ടൊന്നും കാണത്തില്ല. ആൾക്കാരുണ്ടോയെന്ന് പോലും അറിയത്തില്ല. സോ നമുക്ക് അവിടം വരെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. മൊത്തം കോട മൂടിക്കിടന്നതിനാൽ ഡാമിലെ വെള്ളം കാണാൻ പറ്റിയില്ല. സ്ഥലം എങ്ങനെയുണ്ട്? ഒന്നും കാണാൻ പറ്റത്തില്ല. ഞങ്ങൾ പതുക്കെ ആ കുരിശുമല കയറാൻ തീരുമാനിച്ചു. പോകുന്ന വഴിക്ക് നമ്മുടെ കോസ്മോസിൻ്റെ മുന്നിൽ ഒരു ചേട്ടൻ പുല്ലും കെട്ടുമായി പോകുന്നു. പിന്നെ ഒരു എരുമക്കുട്ടൻ അവിടെ നിന്ന് പുല്ല് തിന്നുന്നു. അങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ സാധിച്ചു. ഞാൻ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ കോസ്മോസ് പെട്ടെന്ന് വിളിച്ചിട്ട്, എടാ ഇവിടെ കൂണുണ്ട്, വേഗം വാ എന്ന് പറഞ്ഞു. ഞാൻ ഓടി വന്നപ്പോൾ എന്തോ ഒരു കാട്ടുകൂണ് അവിടെ കിടക്കുന്നു. അതായതുകൊണ്ട് ആനപ്പിണ്ടം പോലെയുള്ള എന്തോ സംഭവം. ആ സംഭവം എന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ അവൻ കൂണാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാനോർത്തു ഇന്നൊരു കൂണ് കറിക്ക് കൂൺ കിട്ടുമെന്ന്. മരുഭൂമിയിൽ മാത്രം കാണപ്പെടുന്ന കള്ളിമുൾ ചെടി ഇവിടെയും ഉണ്ടായിരുന്നു. അതിൻ്റെ ഇരകളിലെല്ലാം ഇവിടെ വരുന്ന വിനോദസഞ്ചാരികളുടെ പേര് എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോസ്മോസിനും അവൻ്റെയും പേര് അവിടെ എഴുതി വെക്കണം എന്നായി. പിന്നെ അവൻ്റെ പേരെഴുതിയതിന് ശേഷം ഞങ്ങൾ വീണ്ടും മലകയറ്റം തുടങ്ങി. ഇപ്പോൾ ഇവിടെ ഇറങ്ങിപ്പോയ കുറച്ച് ആൾക്കാരോട് നമ്മൾ ഇവിടം വരെ പോയെന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഈ 12ാം നമ്പർ കുരിശ് വരെ തൊട്ട് മുകളിലുള്ള വരെ പോയുള്ളതെന്നാണ് പറഞ്ഞത്. സോ ആക്ച്വലി അതുപോലെ കോട കയറി കിടക്കുവാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക എന്താണ് അവിടെ ഉള്ള. നമുക്കിപ്പോൾ നോക്കിയ വഴിയൊന്നും കാണത്തില്ല, അതുപോലെ മഞ്ഞാണ്. അപ്പം നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ഈ തൊട്ട് മുകളിലാണ് അത് കാണാൻ പറ്റുന്നത്. ഭയങ്കര കാറ്റാണ്. ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറ്റുന്നുണ്ടോന്നും അറിയത്തില്ല. സോ നമുക്ക് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് എന്താണ് നമുക്ക് കണ്ടിട്ട് വരാം. ചെറിയ മലയാണ്, ഇച്ചിരി ദൂരമേ ഉള്ളൂ എന്ന് പറഞ്ഞ് എന്നെയും കൂട്ടി കോസ്മോസ് നടന്നു. കോസ്മോസിന് ഇതുപോലുള്ള മലകൾ കയറുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഗായ്സ്, അപ്പം നമ്മൾ നടന്ന് ഒരു ഹിൽ ടോപ്പിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ആക്ച്വലി ഞങ്ങളോർത്ത് ഇവിടെ കൊണ്ട് തീരുമായിരിക്കുമെന്ന്. പക്ഷെ ആക്ച്വലി ഇവിടെ കൊണ്ട് തീരുന്നില്ല. ഇവിടുന്ന് മുകളിലേക്ക് കുറേ കൂടെ ഉണ്ട് നമുക്ക് കയറി പോകാനായിട്ട്. നമുക്ക് നടന്ന് കയറി പോയി നോക്കിയിട്ട് വരാം. അവിടെ എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ പോകുന്നുള്ളൂ. സോ ഇതുപോലുള്ള വളരെ ഹിഡൻ ആയിട്ടുള്ള പ്ലേസുകളൊക്കെ ഇൻവെന്റ് ചെയ്യുന്നതാണ് ഞങ്ങൾ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രകൃതിയുടെ ദൃശ്യ വിസ്മയങ്ങളാണ് ഇതുപോലുള്ള കുന്നുകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ. അപ്പം ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിച്ചൊക്കെ വേണം ഈ മലയൊക്കെ കയറാൻ. ശ്വാസം മുട്ടലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലുള്ള മലകയറ്റം ഒഴിവാക്കുക. അങ്ങനെ ഞങ്ങൾ ആ മലയുടെ മുകളിലെത്തി. ഇവിടെ നിന്നാൽ ഒരുപാട് കാഴ്ചകൾ കാണാൻ സാധിക്കും. മഞ്ഞുള്ളത് കൊണ്ട് തന്നെ ദൂരക്കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. എന്നാലും അടിപൊളി കാഴ്ചകൾ ഞങ്ങൾക്ക് ഈ ഒരു വ്യൂ പോയിൻ്റ് സമ്മാനിച്ചു. കോസ്മോസിന് മഞ്ഞും ഇതുപോലുള്ള മലയൊക്കെ കയറിയപ്പോൾ ഒരു പാട്ട് പാടണം എന്ന് തോന്നി. കാക്കേ കാക്കേ കൂടെ വിടെ
കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, കുഞ്ഞിനു തീറ്റ കൊടുക്കാനാൽ കുഞ്ഞു കിടന്ന് കരയൂലേ. ബ്യൂട്ടിഫുൾ സോങ്. ഇപ്പൊ നമ്മള് മല ഇറങ്ങി ഇങ്ങ് പോന്നോണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്നാണ് വെയിൽ കയറി വന്നത്. അപ്പൊ നമുക്ക് ആക്ച്വലി ഈ ഒരു പ്രദേശത്തെ ഏകദേശം വ്യൂ നല്ല സൂപ്പർ വ്യൂ ആണ്. കണ്ടു നോക്കാം. മഞ്ഞ് മാറി പോകുന്നൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നല്ല രീതിയിൽ വെയിലടിച്ച് വരുന്നുണ്ട്. ആ മോൾ വശം ഞങ്ങൾ ആ വശമാണ് കയറിയത്. അവിടെ എന്താണ് ഇപ്പം വെയിലടിച്ചിട്ട് ആ മഞ്ഞെല്ലാം പൊക്കോണ്ടിരിക്കുകയാണ്. താഴേക്ക് നോക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് സുഖമായിട്ട് കാണാം. മഞ്ഞെല്ലാം മാറി പൊക്കോണ്ടിരിക്കുന്നത്. ആ ഒരു പാറയുണ്ട്. നമുക്ക് അവിടെ വരെ പോയി നിന്ന് നോക്കാം. ഏതായാലും നിങ്ങൾ കാണേണ്ട വ്യൂ ആണ്. ഈ ഒരു ചാനലിൽ മാത്രമേ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്കകത്ത് മാത്രമേ ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു വ്യൂ നിങ്ങൾക്ക് തരാനായിട്ട് പറ്റിയിട്ടുള്ളൂ. ശരിക്കും ആ മഞ്ഞാണ് കയറി പോകുന്നത്. കാറ്റടി വെയില് വന്നിട്ട് മഞ്ഞ് തള്ളി പോകുന്നതാണ്. ഇപ്പോഴാണ് ഈ പ്രദേശത്ത് തന്നെ ഒന്ന് കാണാനായിട്ട് നമുക്ക് പറ്റുന്നത്. ഇതുവരെ മൂടിക്കിടക്കാം. ഡാമിലെ വെള്ളം നമുക്ക് തെളിഞ്ഞു വരുന്നുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. സൂപ്പർ വ്യൂ ആണ്. ഗായ്സ്, അപ്പോൾ ഈ സ്ഥലത്തെ കുറിച്ച് ഒന്നും പറയാനുള്ള സൂപ്പർ സ്ഥലമാണ്. എല്ലാവർക്കും വന്ന് ഫാമിലി ആയിട്ട് വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാനും അതുപോലെ തന്നെ ലവേഴ്സിനും ബെസ്റ്റീസിനും വന്ന് എൻജോയ് ചെയ്തിട്ട് പോകാനും പറ്റിയ സൂപ്പർ ഒരു സ്ഥലമാണിത്. ഇതിൻ്റെ സ്പോട്ട് കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടു നോക്ക്. ഞങ്ങൾ മലയിറങ്ങിയതിന് ശേഷം ആദ്യം കണ്ട കാഴ്ച ചെറിയ വെയിലുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മഞ്ഞങ്ങ് മാറുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചു. പക്ഷേ പെട്ടെന്ന് തന്നെ വീണ്ടും പഴയതുപോലെ മഞ്ഞ് വരികയും മൊത്തം മൂടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നമുക്ക് ഡാമിലെ കാഴ്ചകളൊന്നും ശരിക്കും കാണാൻ സാധിച്ചില്ല. മഴക്കാലത്തിന് മുന്നേ നമ്മൾ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കയറി അതും കാണുക. നമ്മൾ വ്യൂ പോയിൻറ്റിലൊക്കെ കയറിയിട്ട് നേരെ വന്നത് ഒരു ചായ കുടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ചായ കുടിക്കാൻ ഞങ്ങൾ പോയ ഷോപ്പിൻ്റെ പേര് എക്കോ ഷോപ്പ് എന്നായിരുന്നു. അപ്പോൾ ആ ഷോപ്പിൽ കയറി ഞങ്ങൾ ചായ കുടിച്ചു. ചായ കുടിക്കാൻ വേണ്ടി കയറിയ ആ ഷോപ്പിലിരുന്നപ്പോൾ തന്നെ ഓടമഞ്ഞ് വന്ന് ആ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന കാഴ്ചകൾ കാണാൻ സാധിച്ചു. അതൊരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. AC റൂമിലിരുന്ന് ചായ കുടിക്കുന്നൊരു ഫീല് ഈ വ്യൂ പോയിൻ്റ് വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഷോപ്പിലും ഗൂഗിൾ പേ ആണ്. ഗൂഗിൾ പേ എവിടെയും നിർബന്ധമാണ്. ഞങ്ങൾ കഴിച്ചത് ഒരു ചായയും പഴംപൊരിയുമായിരുന്നു. ഈ ഒരു കപ്പൽ കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത് ടൈറ്റാനിക്കിലെ ആ കപ്പൽ പോലെയാണ്. ഇതിൻ്റെ ഒരു ലുക്കും ഭാവവും ഒക്കെ കണ്ടാൽ അതുപോലെ തന്നെ തോന്നും. ഗായ്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. നമ്മൾ ഈ ഒരു കപ്പലിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ലാസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾസ് നമ്മുടെ വീഡിയോ കാണുന്നവർ വ്യൂ ചെയ്യുന്നതല്ലാതെ കണ്ടു കഴിഞ്ഞിട്ട് അവർ ലൈക്കോ അല്ലെങ്കിൽ അവരുടെ ഒരു കമൻറ്റോ ഒന്നും രേഖപ്പെടുത്തുന്നില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ അടുത്ത എന്താണ് ചെയ്യേണ്ടതെന്നുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളുമാണ് ഞങ്ങൾക്ക് പുതിയൊരു കാര്യം ചെയ്യുമ്പോൾ കൂടുതൽ പ്രചോദനമാവുന്നത്. അപ്പോൾ അത് മറക്കാതെ നിങ്ങൾ ആ ഒരു കമൻറ്റും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്കും ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്കും ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. ഗായ്സ്, നമ്മൾ ഈ വഴി ഇറങ്ങി വന്നപ്പോൾ ഇതിൻ്റെ സൈഡിൽ എന്തോ ഒരു ബസ് പോലെ KSRTC ബസ്സോ അല്ലെങ്കിൽ പ്രൈവറ്റ് വണ്ടി ഏതോ വണ്ടിയാണ്. എന്തോ ഫുഡ് ട്രക്ക് ആക്കാൻ വേണ്ടി നോക്കിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ലാൻഡ് മാർക്ക് കേട്ടോ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലവും കാണാം, ഈ ഒരു വണ്ടി കാണാം. അതിൻ്റെ മുകളിലായിട്ട് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് കാൽവരി മൗണ്ട് ഹിൽ പോയിന്റും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ വഴിയാണ് നിങ്ങൾ കയറി പോകുന്നത്.